പ്രതിരോധ ശേഷിയുടെ കരുത്തുയർത്താൻ ഉതകുന്നതും രാജ്യം കൈമുതലാക്കിയിരിക്കുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആഴം വ്യക്തമാക്കാൻ ഉതകുന്നതുമായ പ്രൊജക്ട് കുശ പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുത്തിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന തദ്ദേശീയ നേട്ടമായ പ്രൊജക്ട് കുശ അഥവാ എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തന സജ്ജമാവാൻ പോവുകയാണ്. റഷ്യയുടെ S-400 മിസൈൽ സിസ്റ്റം സംവിധാനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കരുത്തുള്ള പ്രതിരോധ സംവിധാനമാണ് കുശയിലൂടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അങ്ങനെ വ്യോമ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവയ്പ് ഇന്ത്യ നടത്തിയിരിക്കുകയാണ്. 2018 5 സ്ക്വാഡ്രൺ S-400 സംവിധാനങ്ങൾക്കായി ഇന്ത്യ ഏകദേശം 45,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ അത്രയും എണ്ണം കുശ സ്ക്വാഡ്രണുകൾക്ക് 21,700 കോടി രൂപ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. മിസൈലുകളുടെ വിലയിൽ തന്നെ വലിയ വ്യത്യാസം കാണാനാകും. S-400 ഓരോ മിസൈലിനും ഏകദേശം 100 കോടി രൂപ ചെലവാക്കേണ്ടതായുണ്ട്. ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന കുശയിലെ തദ്ദേശീയ മിസൈലുകൾക്ക് 40 മുതൽ 50 കോടി രൂപ വരെ മാത്രമാണ് ചെലവ്. ഇങ്ങനെ വളരെ കുറഞ്ഞ ചെലവിൽ ഉയർന്ന കാര്യക്ഷമതയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. സാങ്കേതിക ശേഷിയിലും കുശ ഒട്ടും പിന്നിലല്ല. പല മേഖലകളിലും ആഗോളതലത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ ഇത് വളരെയേറെ മുന്നിലാണ്. 3 തരം ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് കുശയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 150 കിലോമീറ്റർ പരിധിയുള്ള M1, 250 കിലോമീറ്റർ പരിധിയുള്ള M2, 350 മുതൽ 400 കിലോമീറ്റർ പരിധിയുള്ള M3 എന്നിങ്ങനെ വ്യത്യസ്ത ദൂരപരിധികളിലുള്ള മിസൈലുകൾ കുശയുടെ ഭാഗമാണ്. ശത്രുവിന്റെ വ്യോമ ഭീഷണികളെ പല തലങ്ങളിലായി തടയാൻ ഇത്തരം മിസൈലുകൾ വഴിതുറക്കുന്നു. M1 മിസൈലിന്റെ പരീക്ഷണം ഇതിനകം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. M2, M3 പരീക്ഷണങ്ങൾ അടുത്ത ഘട്ടങ്ങളിലായി നടക്കും. ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ തുടങ്ങിയ ആധുനിക ഭീഷണികളെ 250 കിലോമീറ്റർ അകലെ തന്നെ കണ്ടെത്തി തകർക്കാൻ കുശയ്ക്കാകും. വലിയ യുദ്ധവിമാനങ്ങളെ 350 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശേഷിയും ഇതിനുണ്ട്. അതായത് ശത്രുവിന്റെ ആക്രമണം അതിർത്തി കടക്കുന്നതിന് മുൻപേ തന്നെ നിഷ്ക്രിയമാക്കാനുള്ള ശേഷിയാണ് ഈ സംവിധാനത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുശയുടെ സോഫ്റ്റ്വെയറും മിഷൻ അൽഗോരിതങ്ങളും പൂർണ്ണമായും ഇന്ത്യൻ നിയന്ത്രണത്തിലാണെന്നതും ശ്രദ്ധേയം. അതിനാൽ യുദ്ധസമയങ്ങളിൽ വിദേശ നിയന്ത്രണങ്ങളോ നിയന്ത്രണാധികാരമോ ഇല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഈ സംവിധാനത്തിലൂടെയാകും. ഇത് പ്രതിരോധ രംഗത്തെ തന്ത്രപ്രധാന സ്വാതന്ത്ര്യത്തിന്റെ നിർണായക സൂചനയായി മാറുന്നു. DRDOയാണ് ഈ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ മിസൈലുകളുടെ നിർമ്മാണം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് നിർവഹിക്കുന്നത്. അതേസമയം റഡാർ സംവിധാനങ്ങൾ വികസിപ്പിച്ചു വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയുടെ സ്വന്തം ഹാൽ തേജസ് MK2 യുദ്ധവിമാനങ്ങളുമായും നേത്ര AEW&C മുന്നറിയിപ്പ് സംവിധാനങ്ങളുമായും കുശയെ ഏകോപിപ്പിക്കാനാകുമെന്നതും ഒരു നേട്ടമാണ്. ഇന്ത്യൻ വ്യോമസേന ഇതിനകം 5 സ്ക്വാഡ്രണുകൾക്കുള്ള ഓർഡറാണ് നൽകിയിരിക്കുന്നത്. 2028-2030 കാലയളവിനുള്ളിൽ ഈ സംവിധാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചം ഗണ്യമായി ശക്തിപ്പെടും. ലോക പ്രതിരോധ വിപണിയിലും ഇത് വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന ഇന്ത്യ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായി ഉയരാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ തന്നെ ഒരു പ്രതിരോധ പദ്ധതി എന്നതിലുപരി പ്രൊജക്ട് കുശ ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയുടെ ശക്തമായ പ്രഖ്യാപനം കൂടിയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.